ഗുഡ് മോർണിംഗ്. നോയമ്പൊക്കെയല്ലേ, ഇന്ന് ഞാനൊരു മുട്ട റോസ്റ്റായിട്ടാണ് ഉണ്ടാക്കണേ. അതിന് വേണ്ടിയിട്ട് 6 മുട്ടയാണ് ഞാൻ എടുത്തേക്കണത്. അതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ 2-3 മണി കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 മണി ഉലുവ. ഇത് രണ്ടും നിർബന്ധമൊന്നുമില്ല. കടുക് അതും പൊട്ടിയിട്ടുണ്ട്. ഒരു 4 സവോള ഇതുപോലെ അരിഞ്ഞെടുത്തേണ്ടതാണ് ഇട്ട് കൊടുക്കണം. സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാനും ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കും. സവോള കുറച്ച് വാടിയിട്ടുണ്ട്. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഉണ്ടാക്കി ഫ്രീസറിൽ വെച്ചേക്കുന്നതാണ് കേട്ടോ. എത്ര നല്ല വേണമെങ്കിലും ഫ്രീസറിൽ വെച്ചിരുന്നു. രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാനത് ഇട്ട് കൊടുക്കണം. തക്കാളി ഒന്ന് 2 ഉടഞ്ഞോട്ടേക്ക് കുറച്ച് കൊടുക്കാൻ വേണ്ടി കൊടുക്കണം. തക്കാളി സവോളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട്. മൊരിയിക്കുന്നില്ലാതെ കുറച്ച് വേപ്പിലിട്ടിട്ട് കൊടുക്കണം. കാന്താരി മുളകാണ് കേട്ടോ. ഇത് ഞാൻ മുഴുവനെ കൊടുക്കും. ഇപ്പം തന്നെ പൊടികളിട്ട് കൊടുക്കാണ്. മഞ്ഞൾപ്പൊടി, എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ. കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ നിറച്ച്. ചിക്കൻ മസാലയാണ് 1 സ്പൂണ്. കുരുമുളക് 1/2 ടീസ്പൂണ്. എരിവുള്ള മുളക് പൊടിയാണ്, അത് കുറച്ചിടുന്നുള്ളൂ. 1/4 ടീസ്പൂണുണ്ട്. 1 സ്പൂണ് മല്ലിപ്പൊടി. എല്ലാം കൂടിയാണ് മല്ലിയിട്ട്. പൊടികളൊക്കെ പച്ചമുളക് മാറി മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കും. ഇതിനെ ഇറക്കി വെന്ത് കുറുകി വരട്ടെ. നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ മൂടി വെച്ച് കൊടുക്കണം. 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഉപയോഗിക്കുക. അപ്പം നല്ലോണം വെന്ത് കുഴഞ്ഞു. സവോളയും തക്കാളിയും എല്ലാം നല്ലോണം വെന്ത് ഉടഞ്ഞിട്ട് ഗ്രേവിയൊക്കെ തിക്കായിട്ട് കിട്ടും. ഗ്രേവിയൊക്കെ തിക്കായിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ മുട്ട ഇട്ട് കൊടുക്കണം. മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കഴുകിയ തിക്ക് ഗ്രേവിയോട് കൂടിയ മുട്ട റോസ്റ്റ്. പപ്പത്തേനോ ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ ചോറിനോ ബ്രെഡിനോ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങളെല്ലാവരും ഉണ്ടാക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത ബെല്ലും കോളും കൂടി പ്രസ് ചെയ്താലാണ് കേട്ടോ ഞാനിരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എന്നും ഉണ്ടാക്കാനായിട്ട് തോന്നും. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കാം.